നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയമാണ് ഈ മഴക്കാലം. കൊതുകുജന്യ ജലജന്യ രോഗങ്ങളാണ് ഏറ്റവും അധികമായിട്ട് പടർന്നു പിടിക്കുന്നത്. അപ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തണം എന്നാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടി ചർച്ച ചെയ്യുന്നത്. തൃശൂർ അമല ആശുപത്രിയിലെ പകർച്ചവ്യാധി പ്രതിരോധ വിദഗ്ധനായ ഡോക്ടർ MK ആദർശാണ് നമ്മളുടെ കൂടെയുള്ളത്. ഈ അരമണിക്കൂർ പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടറോട് സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ ആദർശ്, നമ്മൾ ഈ പണ്ടൊക്കെ ഈ മഴക്കാലമായാൽ പനി വരും, അത് സാധാരണ ഒരു പനി പോലെ അങ്ങ് പോകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഡെങ്കിപ്പനി, ചെള്ളുപനി, കുരങ്ങുപനി, മലമ്പനി, കോളറ, അങ്ങനെ കേട്ടാൽ തന്നെ പേടിക്കുന്ന ഒരുപാട് പനികൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഒരുപാട് പേർ നിരന്തരം ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. അപ്പോൾ എത്രത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജാഗ്രത, അതൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഈ സമയം. തീർച്ചയായും കേരളത്തിൽ ഈ പറയുന്ന രോഗങ്ങളൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങൾ, അതായത് ഇതിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. അതായത് നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കോവിഡ്, H1N1 ഇൻഫ്ലുവൻസ, ഇതൊക്കെ ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ അവരുടെ ശ്വാസം, അല്ലെങ്കിൽ അവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവരുടെ മൂക്കിൽ നിന്നൊക്കെയുള്ള ആ സ്രവങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് അങ്ങനെ പകരുന്ന രോഗങ്ങളാണ്. എന്നാൽ നമ്മളിപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് മഞ്ഞപ്പിത്തം, പിന്നെ ടൈഫോയിഡ് ഫീവർ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ വയറിളക്കം, കോളറ മുതലായ വയറിളക്ക രോഗങ്ങൾ, അത് മലിനമായ ജലം, ഭക്ഷണം ഇവയിലൂടെ പകരുന്നവയാണ്. ഇനിയിപ്പോൾ എലിപ്പനി നോക്കുകയാണെങ്കിൽ അത് എലികളാണ് അതിൻ്റെ ഉറവിടം. അപ്പോൾ എലികളുടെ ശരീരത്തിൽ ഈ എലിപ്പനി, അതായത് ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ അത് ഉണ്ട്. അത് അതിൻ്റെ മൂത്രം മുതലായ സ്രവങ്ങളിലൂടെ അത് നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കാലുകളുടെ മുറിവുകളിലൂടെ, അല്ലെങ്കിൽ കൈ കാലുകൾ അതിലുള്ള മുറിവുകളിലൂടെ നമുക്കത് നമ്മുടെ ശരീരത്തിലേക്ക് വരാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചെള്ളുപനി, അതായത് ടൈഫസ് രോഗം നോക്കുകയാണെങ്കിൽ, ജയ, നമ്മുടെ ഒരു പ്രേക്ഷക ഇപ്പോൾ പറവൂരിൽ നിന്ന് ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിക്കാൻ. ജയ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ. ജയ, കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ സാർ, പനിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ നമ്മളിപ്പോ സാധാരണ പനി വന്നു കഴിയുമ്പോ അത് ഈ മറ്റു പനികളാണെന്നുള്ള ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ ഡെങ്കു പനി വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് സാർ. ഡെങ്കുപ്പനി എന്ന് വെച്ചാൽ ഈഡീസ് എന്ന വിഭാഗത്തിലുള്ള കൊതുക് പരത്തുന്ന അസുഖമാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി കേരളത്തിൽ കാലാകാലങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ചില വർഷങ്ങളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ പനികളുടെയൊക്കെ ഒരു സാധാരണ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം അതിൽ മിക്ക ലക്ഷണങ്ങളും നമുക്ക് ലക്ഷണങ്ങൾ കേട്ടിട്ട് മാത്രം അത് ഇന്ന പനിയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഡെങ്കിപ്പനിയിൽ വരിക ശക്തമായ പനി, അതിൻ്റെ കൂടെ തലവേദന, ശക്തമായ ശരീരവേദന, അതിൻ്റെ കൂടെ ചിലപ്പോൾ കൈകൾ, ശരീരത്തിൽ അല്ലെങ്കിൽ കൈകാലുകളിൽ ഒരു ചുവന്ന നിറത്തിലുള്ള റാഷ് എന്ന് നമ്മൾ പറയും, ഒരു പാടുകൾ അങ്ങനെ വരാം. അപ്പം കണ്ണുകളിലും ഇതുപോലെ നല്ല ചുവന്ന നിറത്തിൽ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ, അപ്പം ഇതേ ലക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ ചെള്ളുപനിയിൽ കാണാം, എലിപ്പനിയിൽ കാണാം. അപ്പോൾ ലക്ഷണങ്ങൾ വെച്ച് മാത്രം ഇത് ഡെങ്കിപ്പനിയാണ് അല്ലെങ്കിൽ എലിപ്പനിയാണ് എന്ന് പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അപ്പോഴാണ് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കേണ്ടതും ഈ ലക്ഷണങ്ങളൊക്കെ അവരോട് പറഞ്ഞ്, അപ്പോൾ അവർക്ക്
ഒരു വളരെ സാധാരണയായ ചില ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇത് ഡെങ്കിപ്പനിയാണ് അല്ലെങ്കിൽ എലിപ്പനിയാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇത് കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെതായ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എലിപ്പനി ആണെങ്കിൽ അതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഡെങ്കിപ്പനി ഒരു വൈറൽ പനിയാണ്, അതിന് ആൻറ്റിബയോട്ടിക് ഇല്ല. അതിന് നമ്മൾ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം ക്രമീകരിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യാറ്. ഇനി ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ കാലത്തുള്ള ഏത് പനിയാണെങ്കിലും നമ്മളിപ്പം സ്വയ ചികിത്സ ഒരിക്കലും നടത്തരുത്. അതായത് നമ്മൾ പനി വന്നു, അപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി എനിക്ക് പനീൻ്റെ അല്ലെങ്കിൽ വേദനയുടെ മരുന്ന് വേണം, അങ്ങനെ പല വിധത്തിലുള്ള മരുന്നുകളുണ്ട്. ചിലപ്പോൾ ഈ വേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ നമ്മൾ കഴിച്ചാൽ, ചിലപ്പോൾ അമിതമായ ഡോസിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഒരിക്കലും സ്വയം ചികിത്സ അരുത്. ഇപ്പോൾ ഡെങ്കിപ്പനീനെ പറ്റി ചോദിച്ചുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ പനി തീരുന്നതിന് ശേഷം, അതായത് ഒരു 3-5 ദിവസം പനിക്കുക, അതിനുശേഷം നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറയാം. ഇതേ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് നിർജ്ജലീകരണം സംഭവിക്കാം. അപ്പോൾ അങ്ങനെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ്, നമ്മൾ ഡെങ്കി ഷോക്ക് എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻസുകളിലേക്ക് പോവാം. എല്ലാവരിലും അങ്ങനെ പോവില്ലെങ്കിലും അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. വളരെ നന്ദി ജയ വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, ഡോക്ടർ. ആലപ്പുഴയിൽ നിന്ന് റസിയ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഹലോ റസിയ കേൾക്കാം, ചോദിച്ചോളൂ ഡോക്ടറോട്. സർ, ഇത് കൊതുകെ ഭയങ്കരമുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഹലോ അപ്പൊ ഈ പനി ഇത് പനി വരാറുണ്ടേ എനിക്ക്. അപ്പൊ ഇടവിട്ടിട്ടാണ് വന്നത്. ഭയങ്കര കൊതുവാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് എന്താണെന്ന്. അപ്പം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം കൊതുക് പരത്തുന്ന രോഗങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഡെങ്കിപ്പനി കൂടാതെ നമ്മുടെ അതായത് ഫൈലേറിയാസിസ് എന്ന് പറയുന്ന അസുഖം, പിന്നെ ജാപ്പനീസ് എൻകഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം, ഇതൊക്കെയും അവിടെ റിപ്പോർട്ടഡ് ആണ്. അപ്പോൾ പൊതുവായിട്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഴക്കാലത്തോട് അനുബന്ധിച്ചുള്ള കാലഘട്ടത്തിൽ പനി വരികയാണെങ്കിൽ ഈ പറഞ്ഞ പനികളൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് കൊതുക് മൂലമുള്ള പനിയാവാം. ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എലിപ്പനി, ടൈഫോയിഡ് അങ്ങനെയുള്ള രോഗങ്ങളും വരാം. അപ്പോൾ ഇതിന്ന് പൊതുവായിട്ട് നമുക്ക് രക്ഷ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒന്ന്, കൊതുകടി കൊള്ളാണ്ട് എന്തൊക്കെ മാർഗത്താൽ നമുക്ക് കൊതുകടി കൊള്ളാതെ നോക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മുടെ ഭക്ഷണം, വെള്ളം, ഈ കാര്യങ്ങളൊക്കെ അതായത് ശുചിത്വകരമായ രീതിയിലുള്ള ഭക്ഷണം, വെള്ളം, ഇതൊക്കെയാണ് നമ്മൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പനി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്വയം ചികിത്സ അരുത്. അപ്പോൾ കൊതുക് പരത്തുന്ന പനികൾ, അതായത് ഡെങ്കിപ്പനി, പിന്നെ നമ്മുടെ മലമ്പനി അല്ലെങ്കിൽ മലേറിയ, അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ ഫീവർ, പിന്നെ ജപ്പാൻ ജ്വരം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് മാത്രം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതല്ല എന്ന് ഉറപ്പ് പറയൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തൊരു പനി വന്നാലും നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ അഡ്വൈസ് നേടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, റസിയ ക്ലിയർ ആണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ, നമ്മൾ ഈ ലക്ഷണങ്ങളെ കുറിച്ച് ഡോക്ടർ നേരത്തെ സംസാരിച്ചല്ലോ. ഇപ്പോൾ ഒരു പനി വരുന്നു, അല്ലെങ്കിൽ ചുമ വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കടുത്ത തലവേദന വരുന്നു, അത് അപ്പോൾ തന്നെ മാറുമെന്ന് കരുതി ഒരു ഡോളൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ സ്വയം ചികിത്സയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ പനി എന്ന് പറയുന്നത് എത്രത്തോളം അത് പകർച്ചവ്യാധിയും ഒരുപാട് തന്നെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാരകമായിട്ടുള്ള അസുഖത്തിലേക്ക് വരെ വഴിതിരിച്ച് വിടാവുന്ന രീതിയിലേക്ക് വരുന്ന പനികളാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ സ്വയം ചികിത്സ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഉടനടി
അതിനുവേണ്ടി തന്നെ ഡോക്ടറെ കാണേണ്ടതിൻ്റെ ആവശ്യകത അത് എത്രത്തോളമാണ്? അതുപോലെ തന്നെ ഓരോ അസുഖവും അതിപ്പോൾ വായുവിലൂടെ, അതുപോലെ തന്നെ മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെ, കൊതുകിലൂടെ ഒക്കെ പകരുന്ന ഒരുപാട് പകർച്ചവ്യാധികൾ പടരുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മൾ ഈ വൃത്തി, വെടിപ്പ്, അതുപോലെ തന്നെ ശുചിത്വം ഇതിലൊക്കെ കരുതലെടുക്കേണ്ടതുണ്ട്? ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു, പനികൾ ഇപ്പം പല രീതിയിലുള്ള പനികൾ ഉണ്ട്. ഇപ്പം ഒരു സാധാരണ ജലദോഷപ്പനി, അതായത് ഒരു നേരിയ പനി, അതിൻ്റെ കൂടെ മൂക്കൊലിപ്പ്, അല്ലെങ്കിൽ ചെറിയ ചുമ, തൊണ്ടവേദന, ഇതൊക്കെ വൈറസ് മൂലം പകരുന്ന ജലദോഷപ്പനികളാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന കോവിഡ്, പിന്നെ ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്ന H1N1 അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗം, അതായത് ഇങ്ങനെയുള്ള പനി, ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ പനി ആണെങ്കിൽ ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ പാരസ്റ്റമോൾ, ഡോളോ, എന്തായാലും അതിപ്പം അതൊരു പൊതു സ്വഭാവമാണ്. അത് ആരായാലും കഴിക്കുക എന്നുള്ളതൊരു പൊതു സ്വഭാവമാണ്. അതിലൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശക്തമായ പനി വരികയാണ്, അതിൻ്റെ കൂടെ ശക്തമായ തലവേദന, ചുമയുടെ കൂടെ ശ്വാസം മുട്ടൽ വരികയാണ്, ശക്തമായ തളർച്ച തോന്നുകയാണ്, അല്ലെങ്കിൽ കണ്ണുകളിൽ മഞ്ഞ നിറം, അതായത് മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുക, ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ ചുവന്ന് തടുത്ത പാടുകൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് തീർച്ചയായും ഉടനടി തന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചോദിച്ച അതായത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാമത്തേത്, ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറെ കാണുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം പനി വെച്ചുകൊണ്ട് നമ്മുടെ ജോലി ചെയ്യുക, അതൊക്കെ ഈ രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ പനി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റെതായ ഒരു റെസ്റ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണം, അത് പോഷകം നിറഞ്ഞ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും, അങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. പിന്നെ വെള്ളം, അതായത് നമുക്ക് ദിവസേന ശരീരത്തിന് ആവശ്യമായ വെള്ളം, അത് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ നമുക്ക് ആവശ്യം ആണ്. അപ്പോൾ അത് നമ്മൾ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇനി ചില അസുഖങ്ങൾ, ഇപ്പോൾ വയറിളക്കം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും. അത് ഡോക്ടർ നിർദ്ദേശിക്കും. അതായത് നിങ്ങൾ ഇത്രയധികം വെള്ളം അല്ലെങ്കിൽ ജലം നിങ്ങൾ കുടിക്കേണ്ടതാണ് വയറിളക്കം മാറുന്നവരെ. അല്ലെങ്കിൽ ഇടവേള അനിവാര്യമാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. എന്തായാലും ഇടവേള എടുത്തിട്ട് തിരിച്ചു വരാം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുകയാണ്. തൃശ്ശൂർ അമല ആശുപത്രിയിലെ ഡോക്ടർ ആദർശാണ് നമുക്കൊപ്പം ഉള്ളത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ജോസ് വർഗീസ്. ജോസ്, ചോദിച്ചോളൂ. ശ്രീ ജോസ് വർഗീസ്, TV ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്നിട്ട് ഓക്കെ. പിന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഓമനപ്പയെന്നാണ് വിളിക്കുന്നത്. ചെയ്തിരിക്കുകയാണോ? ആലപ്പുഴയിൽ ഓമനപ്പയെന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ കൊതുകടി കൊണ്ട് ഇപ്പോഴും മന്ദരോഗം സ്ഥിരീകരിച്ചതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ ആലപ്പുഴ ഒരു സൗകര്യം വിളിച്ചു പറഞ്ഞപ്പോഴേ, ആലപ്പുഴയിൽ അങ്ങനെ പിന്നെയും മറ്റേ റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടോ? കൊതുകടി കൊണ്ട് മാത്രം? അല്ല, അപ്പോൾ ആലപ്പുഴയെ പറ്റി പറഞ്ഞത് കൊണ്ട് പൊതുവായിട്ട് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെ പറ്റി പറഞ്ഞതാണ്. ഇപ്പം മന്ത് നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ പനികളെ പോലെ അങ്ങനെ കാണാറില്ല. അപ്പം മന്തിൽ നമ്മുടെ വരികയാണെങ്കിൽ തന്നെ പനി, അതിൻ്റെ കൂടെ കാലിൽ ഈ വേദന, അവിടെ ചുവന്ന നിറം, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് വരാറ്. ഇപ്പം നമ്മൾ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. അതായത് നമുക്ക് അടുത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല. പക്ഷെ അത് ബാക്കി കൊതുകുകളുടെ രോഗങ്ങളുടെ കൂടെ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഓക്കെ.
ഡോക്ടർ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പകർച്ചവ്യാധികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലേക്കൊക്കെ വലിയ വൈറസുകളെ കുറിച്ച് നമുക്ക് കേൾക്കേണ്ടി വരുന്നു. പലർക്കും ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്രത്തോളം നമ്മൾ ജാഗ്രത പുലർത്തിയാലും ഈ പകർച്ചവ്യാധികൾ പടരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇപ്പോൾ നിപ്പയുടെ വീണ്ടും വീണ്ടുമുള്ള വരവ് നമ്മൾ കാണുന്നു. അമേബിക് മസ്തിഷ്ക ജ്വരം കാണുന്നു. അപ്പോൾ ഇതിലേക്കൊക്കെ കൃത്യമായിട്ടുള്ള ഈ മെഡിസിൻ സംവിധാനങ്ങൾ അത്രത്തോളം അപര്യാപ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം എന്നുള്ള രീതിയിലേക്കാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ജനങ്ങൾക്കും ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു പേടി ഉണ്ടാവുകയാണ്. അപ്പോൾ എത്രത്തോളം കരുതലും ജാഗ്രതയും നമ്മൾ പുലർത്തിയാലും ഈ മെഡിക്കൽ സംവിധാനങ്ങൾ കൂടി എത്രത്തോളം കാര്യഗൗരവത്തോടെ ഈ ഓരോ പടർന്നു പിടിക്കുന്ന വൈറസിനെയും പകർച്ചവ്യാധികളെയും കാണേണ്ടതുണ്ട്. അപ്പം അതായത് നമ്മൾ ഈ പറഞ്ഞ ഗുരുതരമായ വൈറൽ രോഗങ്ങൾ, ഉദാഹരണത്തിന് നിപ്പ അത് ഒരു ഉദാഹരണമാണ്. ഇനിയിപ്പോൾ നമ്മുടെ വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഇവയൊക്കെ നമ്മുടെ നാഡീഞരമ്പുകളെ ബാധിച്ച് എൻകഫലൈറ്റിസ്, അപസ്മാരം, തളർച്ച, ഇങ്ങനെയുള്ള കൈകാൽ തളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാവുന്ന വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനിയിപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് വെച്ചാൽ അത് അമീബ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പാരസൈറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗാണുക്കൾ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ സംബന്ധിച്ചിടത്തോളം ഇവയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അതായത് ഞാൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സമൂഹത്തിൻ്റെ ധർമ്മം അതാണ്. അതായത് സമാനമായ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു രോഗിക്ക് കാണുകയാണെങ്കിൽ അത് കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും ആയിക്കോട്ടെ, അതായത് ഇപ്പം നിപ്പ വന്ന കോഴിക്കോട്, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് സ്ഥലത്തുനിന്ന് ആയിക്കോട്ടെ, സമാനമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇന്ന രോഗങ്ങളൊക്കെ ആവാം. അതായത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രോഗങ്ങൾ അല്ലാതെ ഈ പറയുന്ന വളരെ അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങളും ആവാം എന്ന് നമ്മൾ ആദ്യമേ കരുതണം. അങ്ങനെ കരുതിയാൽ മാത്രമേ അതിന് വേണ്ടുന്ന സാധൂകരിക്കുന്ന ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്ത് കിട്ടുന്ന ടെസ്റ്റുകളല്ല. അത് നമുക്ക് അപ്പം ഒരു വൈറോളജി ലാബിലേക്കോ അല്ലെങ്കിൽ വേറൊരു റെഫറൻസ് ലാബിലേക്കോ അയച്ച് അത് അതിന്റെ റിപ്പോർട്ട് കിട്ടാനുള്ള ഒരു ചെറിയ കാലതാമസം ഉണ്ടാവും. ശരി ഡോക്ടർ, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. പകർച്ചവ്യാധികളും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് തൃശൂർ അമല ആശുപത്രിയിലെ ഡോക്ടർ ആദർശാണ്. പ്രേക്ഷകർ വിളിച്ചു സംസാരിച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദി.